5 വയസ്സിന് ശേഷമുള്ള യുവതികൾക്ക് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന 30 വയസ്സിന് താഴെയുള്ള 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായ കിഡ്നി രോഗികളുടെയും കരൾ രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും ചിത്രങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക്. പിന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വയലു പരമ്പരയുടെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഭയാനകമാണ്, അത്ര ഭീകരമാണ്. മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ, കാർഡിയോളജിസ്റ്റുകളുടെ മുന്നിൽ, ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ, ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ ഒക്കെ എത്തിപ്പെടുന്ന 40 വയസ്സിന് താഴെയുള്ള യുവതികളുടെ ചിത്രം ഞാൻ വിനീതമായി ആവർത്തിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ മഹല്ലിൽ 15 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾ കാട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിലോ ഈ കുട്ടികളെ ചികിത്സിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സമാഹരിക്കേണ്ടി വരും. ഈ ജമാഅത്തിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം ഈ ജമാഅത്തിന് ഈ ചെറുപ്പക്കാരെ ചികിത്സിക്കാൻ വേണ്ടി ഫണ്ട് കണ്ടെത്തേണ്ടി വരും. അത്ര മാരകമായ രൂപത്തിലാണ്, വളരെ പെട്ടെന്നാണ് നമുക്കിടയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത്. മനസ്സിലാക്കണം. ഇതൊരു നിസ്സാര സംഭവമായി കാണാൻ നാം തയ്യാറാവരുത്. ഇതൊരു നിസ്സാര സംഭവമായി നമ്മൾ കാണാൻ നിന്ന് പോയാൽ ഭീകരമായൊരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്തത്രയും രോഗികൾ കൊച്ചു കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ലോകത്തൊരിടത്തും ഇല്ലാത്തത്രയും രോഗികളുടെ എണ്ണത്തിൽ വർധനവുള്ള കേന്ദ്രമാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മേനി നടിക്കുന്ന, ജീവിത നിലവാരത്തിന്റെ പേരിൽ മേനി നടിക്കുന്ന, ജീവിത സൗകര്യങ്ങളുടെ പേരിൽ മേനി നടിക്കുന്ന കേരളീയൻ സ്വന്തം ശരീരത്തെ കാർന്നു തിന്നുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്നറിയാതെ വേവലാതിയിലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ ഈ വിഷയത്തിന് പ്രസക്തിയേറുന്നത്. പരിശുദ്ധ ഇസ്ലാം എല്ലാ കാലത്തും മനുഷ്യ സമുദായം അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ഒക്കെ പരിഹാരം പറഞ്ഞൊരു മതമാണ്. ലോകത്തെല്ലായിടത്തുള്ള പ്രഗത്ഭരായ ആളുകളും ഈ കാര്യം തുറന്ന് സമ്മതിച്ചതാണ്. അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചുപോയ ഭാരതീയ സന്യാസി സമൂഹത്തിലെ, കൃഷിവര്യന്മാരിലെ, യോഗീവര്യന്മാരിലെ ഭാരതീയ സമൂഹത്തിന് എപ്പോഴും അഭിമാനിക്കാൻ വക നൽകിയ സന്യാസി വര്യനായ സ്വാമി നിത്യ ചൈതന്യ യതി മുതൽ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെ അതിപ്രഗത്ഭന്മാരായ ഡോക്ടേഴ്സ് വരെ ഇസ്ലാമിക വൈദ്യശാസ്ത്ര സംവിധാനത്തിൻ്റെ മഹാവിജയങ്ങളെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ, മാരകമായ ശാരീരിക മാനസിക രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ ആധുനിക സമൂഹത്തിന് വഴികാട്ടിയാവാൻ, പടർന്നു പിടിക്കുന്ന മാരക രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾക്ക് കഴിയും എന്ന് പറയാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വഴികൾക്ക് കഴിയുമെന്ന് പറയാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും മാരകമായ രോഗങ്ങൾ? വിദ്യാഭ്യാസം പുരോഗതിയിലായ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത സൗകര്യങ്ങൾ വളരെയേറെ പുരോഗതിയിലായ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും രോഗികൾ, എന്തുകൊണ്ടാണ് ഇത്ര ഭയാനകമായ രോഗം നമ്മുടെ സമൂഹത്തിൽ എന്നു ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഇതെന്തിന്റെ പ്രശ്നമാണ്? കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ എൻഡോസൾഫാൻ വിതച്ച ദുരന്തത്തിന്റെ കഥകൾ ഞാൻ ഓർത്തു പോവാറുണ്ട്. ആ നാടും ആ ദേശവും അള്ളാഹു ശുദ്ധിയാക്കി കൊടുക്കട്ടെ. അവന്റെ സുബ്ഹാനിയത്ത് കൊണ്ട് ഇനിയൊരു വികൃത ജന്മം, ഇനിയൊരു ഭീകരമായ രൂപവൈകൃതമുള്ള ജന്മം
ആ നാടിനെ അള്ളാഹു അത്തരം വിപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. എൻഡോസൾഫാൻ വിതച്ച ദുരന്തത്തെക്കാൾ ഭീകരമാണ് നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ, കുടിക്കുന്ന ചില പാനീയങ്ങളിലൂടെ, ആസ്വദിക്കുന്ന ചില വഴികളിലൂടെ കേരളീയ സമൂഹത്തിന്റെ ആരോഗ്യത്തെ കാർന്ന് തിന്നുന്നത് എന്നു പറയാനാണ് ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നത്. ലോകപ്രശസ്ത പണ്ഡിതൻ, ലോകപ്രശസ്തമായ തഫ്സീർ എഴുതിയ ഒരു പണ്ഡിതൻ ഇമാം റംലി റഹ്മഹുല്ലാ തങ്ങളോട് ജൂതമതവിശ്വാസിയായ ഒരു സഹോദരൻ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നൽകിയ ഗ്രന്ഥം, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. ഇമാം റംലിയോടാണ് ചോദ്യം. മനുഷ്യൻ അനുഭവിക്കുന്ന സർവ്വ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നിങ്ങൾ പറയാറുണ്ട്. മനുഷ്യന് രോഗം വരാതിരിക്കാൻ, ഇത് ഗൗരവമുള്ള ചോദ്യമാണ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന കാലഘട്ടത്തിൽ, മഹാമാരികൾ കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. പുതിയ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്തയിലേക്ക്, അന്വേഷണത്തിലേക്ക്, ആലോചനയിലേക്ക് രോഗം വിട്ടുമാറാത്തതിന്റെ വേവലാതി മാറാൻ, അങ്ങനെ ഉണ്ടല്ലോ, രോഗം വിട്ടുമാറാത്തതിന്റെ വേവലാതി മാറാൻ മജ്ലിസുന്നൂറിൽ വന്നിരിക്കുന്നവരിലേക്ക്, സ്വലാത്തിന്റെ ഹൽക്കയിൽ വന്നിരിക്കുന്നവരിലേക്ക്, ദിക്റിന്റെ മജ്ലിസിൽ പോയിരിക്കുന്നവരിലേക്ക് ഇന്നിപ്പോ അങ്ങനെ ഒരു പുതിയ സമീപനമുണ്ട്. രോഗശാന്തിക്ക് വേണ്ടി ആത്മീയ സദസ്സുകൾ തേടുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഹോസ്പിറ്റലുകളെ സമീപിക്കുന്നതിനേക്കാൾ, പ്രഗത്ഭരായ ഡോക്ടർമാരെ സന്ദർശിക്കുന്ന രോഗികളെക്കാൾ കൂടുതൽ രോഗികൾ ഇന്ന് ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ് രോഗം ശിഫയാവാൻ. അത്തരം ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം പറയുകയാണ്. എന്താണ് കാര്യം? ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും രോഗം ശിഫയാവാത്ത ഒരു സമൂഹം അല്ലേ? ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും രോഗം ശിഫയാവാത്തൊരു സമൂഹമാണ് നമ്മുടേത്. എത്ര കൊല്ലമായി നിങ്ങളിൽ പലരും മരുന്ന് കുടിക്കുന്നു, രോഗം മാറുന്നുണ്ടോ? എത്ര കാലമായി നിങ്ങളിൽ പലരും പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ട് മരുന്ന് കുടിക്കുന്നവരാണ്, രോഗം ശിഫയാവാറുണ്ടോ? ഇല്ല. ഒറ്റ കാരണമാണ് അവിടെ പറയാനുള്ളത്. രോഗം നിങ്ങളിൽ വിട്ടുമാറാത്തത് രോഗമുണ്ടാകുന്ന വഴികളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാത്തത് കൊണ്ടാണ്. നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന രോഗികളായ എൻ്റെ സഹോദരി സഹോദരന്മാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ രോഗം എന്താണ് വിട്ടുമാറാത്തത്? ഇത്രയേറെ മരുന്ന് കുടിച്ചിട്ടും എനിക്ക് പിടികൂടിയ രോഗം എന്താണ് ശിഫയാവാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വേദനകൾ കൂടിക്കൂടി വരികയാണല്ലോ, ഉള്ള രോഗത്തിന്റെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. അങ്ങനെയല്ലേ സംഭവം? വേദനകളുടെ ശക്തി കൂടുകയാണ്, ഉള്ള രോഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പക്ഷെ രോഗം ശിഫയാവുന്നില്ല. ഇവിടെയാണ് ഈ പ്രസക്തമായ ചോദ്യം. ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ, രോഗം പിടികൂടിയ ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ്. ക്യാൻസർ വരാതെ നോക്കാൻ നിങ്ങളിൽ എത്ര പേർക്കറിയും? ക്യാൻസർ പിടികൂടാതിരിക്കാൻ എന്തെങ്കിലും മാർഗം നിങ്ങൾക്കറിയുമോ? അറിയില്ല. കിഡ്നി രോഗം പിടികൂടിയിട്ട് ഡയാലിസിസ് ചെയ്യാൻ പോവേണ്ടി വരുന്ന ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. കിഡ്നി രോഗം പിടികൂടിയിട്ട് ഡയാലിസിസ് ചെയ്യാൻ പോവേണ്ടി വരുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കി. ഒരു പ്രസംഗം കൊണ്ടൊന്നും നിങ്ങളുടെ മനസ്സിനെ ഉണർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രമേൽ ബോധക്കേട് വന്നിട്ടുണ്ട് നമുക്ക്, അത്രമേൽ ബുദ്ധി മരവിച്ചു പോയിട്ടുണ്ട് സഹോദരന്മാരെ നമുക്ക്. അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരൊന്നും ഇനിയും ചില കോള പാനീയങ്ങൾ, പെപ്സിയും മിറണ്ടയും സെവനപ്പും ബ്രോയിലർ ചിക്കനും കഴിക്കില്ലല്ലോ. ഇനിയും നമ്മുടെ ചെറുപ്പക്കാര് ഈ വഴികളിൽ നിന്നും തിരിച്ചു വരുന്നില്ല. അവർക്കറിയില്ല.
ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ പ്രത്യേകം ഓപ്പറേഷൻ ചെയ്തിട്ട് കഴുത്തിനോ കയ്യിനൊക്കെ ചില പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തതിൻ്റെ ദുരിതം പേറുന്ന ആളുകളുടെ സമീപത്ത് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ചെറുപ്പക്കാരി വയലൊന്നും കേൾക്കണ്ട. മനസ്സിലായില്ലേ? കാസർഗോഡ് ജില്ലയിൽ വയൽ എന്നൊക്കെ പറഞ്ഞ ആഘോഷം അങ്ങനെ ഉണ്ട്. നല്ലതുമാണ്. ഇസ്ലാമിക രീതിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നൊക്കെ നല്ല കാര്യമാണ്. ഒരൊറ്റ ദിവസം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മാത്രം ഹാർട്ട് അറ്റാക്ക് വരുന്നവരുടെ എണ്ണം അറിയോ നിങ്ങൾക്ക്? ഒരൊറ്റ ദിവസം. അങ്ങനെ എല്ലാ ദിവസവും കാസർഗോഡ് ടൗൺ, കാസർഗോഡ് പരിസര പ്രദേശങ്ങളിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം അറിയുമോ? എൻ്റെ ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ഉപ്പമാരാണല്ലോ ഇരിക്കണേ, അറിയോ? അറിയില്ല. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ക്യാൻസർ നിങ്ങളെ പിടികൂടാതിരിക്കാൻ, കിഡ്നി രോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാൻ, മാരകമായ കരള് രോഗം നിങ്ങളെ പിടികൂടാതിരിക്കാൻ നിങ്ങൾക്ക് വഴിയറിയുമോ? മാർഗമറിയുമോ? പ്രതിരോധ വഴി നിങ്ങൾക്കറിയുമോ? അറിയില്ല. വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ചോദ്യം. ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ വല്ല മാർഗവും നിങ്ങളുടെ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുണ്ടോ? വളരെ ഗൗരവമുള്ള ചോദ്യമാണല്ലോ ഇത്. ശാരീരിക രോഗം പിടികൂടാതിരിക്കാൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ക്യാൻസർ പിടികൂടാതിരിക്കാൻ. അതിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ. ക്യാൻസർ പിടികൂടാതിരിക്കാൻ ഖുർആൻ വല്ല മാർഗവും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഖുർആൻ അതൊക്കെ പറയേണ്ട കിതാബാണോ? ഖുർആന് നിസ്കാരം പറയണം, നോമ്പ് പറയണം, ഹജ്ജ് പറയണം, സക്കാത്ത് പറയണം, പിന്നെ ഖബറ് പറയണം, പിന്നെ പരലോകം പറയണം, ഇതെല്ലാം പിന്നെ കുറച്ച് നബിമാരുടെ കഥ പറയണം, ഖസസുൽ അംബിയാ, കുറച്ച് നബിമാരുടെ കഥ പറയണം, ചില നാഗരികതകളുടെ ചരിതം പറയണം. അതിനുമപ്പുറം ക്യാൻസർ വരാതിരിക്കാനുള്ള വഴി ഖുർആൻ പറയണമെന്നത് ന്യായമാണോ? നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനാണോ തോന്നുന്നത്? ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്തരമൊരു ചോദ്യത്തെ നേരിട്ടയാൾ ലോക പ്രശസ്ത പണ്ഡിതനായിരുന്നു ഇമാമുന റംലി റഹ്മത്തുള്ളാഹി അലൈഹി. സാധാരണ ഒരു പള്ളിയിൽ ഇമാമിനോടല്ല ഈ ചോദ്യം. ഖുർആനിന് തഫ്സീർ എഴുതിയ ഒരാൾ, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ, അത്തരം ഒരാളോടാണ് ചോദ്യം. ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധം വല്ലതുമുണ്ടോ? നിങ്ങൾ എല്ലാ കാര്യത്തിനും പരിഹാരം ഖുർആനിൽ ഉണ്ട് എന്നല്ലേ പറയാറുള്ളത്? അപ്പൊ ഇമാം റംലി തങ്ങൾ പറഞ്ഞുണ്ട്. ശരീരത്തിന് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും കേട്ടാൽ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ വലിയൊരു കാര്യമാണ് ഇമാം റംലി തങ്ങൾ മറുപടിയായി പറഞ്ഞത്. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ, ക്യാൻസർ വരാതിരിക്കാൻ, കരൾ രോഗം വരാതിരിക്കാൻ, കിഡ്നി ഫെയിലിയർ ആവാതിരിക്കാൻ, ആർത്രൈറ്റിസ് രോഗങ്ങൾ, റൊമാറ്റിസ്, സന്തുവാത സംബന്ധമായ സന്ധു രോഗങ്ങൾ വരാതിരിക്കാൻ, അസ്ഥി തേയ്മാന രോഗങ്ങൾ വരാതിരിക്കാൻ, പക്ഷാഘാതം വന്നിട്ട് ഒരു ഭാഗം തളർന്ന് കിടപ്പിലാവുന്ന മാരകമായ അവസ്ഥ വരാതിരിക്കാൻ സഹായകമായ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. പറഞ്ഞയാള് വലിയ ആളാണ്. രോഗം വരാതിരിക്കാൻ, നിങ്ങളുടെ ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നാണ് മറുപടി പറഞ്ഞത്. കുലൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. വശ്റബൂ, നിങ്ങൾ വെള്ളം കുടിക്കണം. വലാ തുസ്രിഫൂ, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും വെള്ളം കുടിക്കുന്ന വിഷയത്തിലും അമിതം പ്രവർത്തിക്കാൻ പാടില്ല, അതിർത്തി ലംഘിക്കാൻ പാടില്ല. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അപ്പൊ ഒരാൾ രോഗിയാവാതിരിക്കാൻ എന്തു വേണം? ഭക്ഷണം കഴിക്കണം. അപ്പൊ ഈ സദസ്സിൽ ചില ആളുകൾക്ക് സംശയം വന്നാൽ നന്നായിരുന്നു, ഒരു വലിയ ഗുണമുണ്ടാവും. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സംശയം വന്നാൽ, അപ്പൊ ഈ ക്യാൻസർ രോഗം പിടികൂടിയ ആൾ ഭക്ഷണം കഴിക്കാത്ത ആളാണോ? ഈ കരൾ രോഗം പിടികൂടിയ മനുഷ്യൻ ഭക്ഷണം കഴിക്കാത്തയാളാണോ എന്ന് നിങ്ങളുടെ സദസ്സിൽ നിന്ന് ചോദ്യം വന്നാൽ ഈ സദസ്സ് കാര്യപ്രാപ്തിയുള്ള ആളുകളുടെ സദസ്സാണ് എന്ന് വിലയിരുത്താൻ കഴിയും. അല്ലെങ്കിൽ കേവലം കേൾവിക്കാരുടെ
ഒരു സദസ്സായി, നിലവാരം കുറഞ്ഞ സദസ്സായി പോയത്. കേൾവി ഒരു കാര്യമുള്ള ഒരു വലിയ ഏർപ്പാടൊന്നുമല്ല. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം, എൻ്റെ കൂടെ യാത്ര ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കണം, ഹൃദയം കൊണ്ട് ചിന്തിക്കണം. ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഖുർആൻ പറയുന്നു, ഇവിടെ ശ്രദ്ധിക്കുക, ഖുർആൻ പറയുന്നു രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക. അപ്പൊ സദസ്സിൽ നിന്ന് പറയുന്നു ഈ നാട്ടിൽ ക്യാൻസർ രോഗം വന്നയാൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റി. രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കി, ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല. അപ്പൊ പിന്നെ ഖുർആൻ പറഞ്ഞതിന്റെ പൊരുളെന്ത്? ഖുർആൻ പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഖുർആന് പഴക്കൂലല്ലോ. ഞാൻ പല സദസ്സിലും പറഞ്ഞൊരു കാര്യം ഇവിടെയും പറയാം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ 20-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം, 20-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രഖ്യാപനം നടക്കാതെ പോയപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ മിക്ക ആളുകളും രോഗികളായി. ഒരുപാട് രോഗം, ഒരാൾക്ക് ഒന്നല്ലല്ലോ രോഗം. ഈ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? ഒരാൾക്കൊന്നല്ല രോഗം. കൊളസ്ട്രോളിൻ്റെ കംപ്ലൈൻറ്റ്, പ്രഷറിൻ്റെ കംപ്ലൈൻറ്റ്, ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ്, ഹാർട്ടിന് കംപ്ലൈൻറ്റ്. ഒരാൾക്ക് എത്രയും രോഗം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് മിക്ക ആളുകൾക്കും രോഗം ഒന്നല്ല, രോഗമൊന്നല്ലല്ലോ, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് രോഗങ്ങൾ ഒരേ സമയത്ത് ഒരാൾക്ക്. ഇതൊരു നിസ്സാര സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും, ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നേരത്തെ സ്വാഗത ഭാഷകം പറഞ്ഞല്ലോ, 10 വീടെടുത്ത് പരിശോധിച്ചാൽ ഒരു വീട്ടിൽ രോഗിയുണ്ടെന്ന്. അത് തെറ്റിപ്പോയിട്ടുണ്ട്, അത് തെറ്റി. ഏത് വീട്ടിലാണ് രോഗികളില്ലാത്തത്? നിങ്ങളുടെ ഈ മഹലിൽ എത്ര വീടുണ്ടെന്ന് എനിക്കറിയില്ല. 200 വീട്ടിൽ ഏത് വീട്ടിലാണ് രോഗിയില്ലാത്തത്? എല്ലാ വീട്ടിലും. പലരുടെയും രോഗം മാരകമാണ്, അറിയത്തില്ല. BP എന്ന രോഗം മാരകമല്ല എന്ന അഭിപ്രായമുണ്ടോ? ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ് ബ്ലഡ് പ്രഷറിന്റെ രോഗം. അപ്പൊ അതിനേക്കാൾ വലിയ മാരക രോഗം വേറെ ഏതാണ്? അപ്പൊ ആർക്കാ BP ഇല്ലാത്ത? BP-യുടെ കംപ്ലൈന്റ് ഇല്ലാത്ത എത്ര ആളുണ്ട്? എത്ര പേർക്കാ BP-യുടെ കംപ്ലൈന്റ് ഇല്ല? മുട്ടിന് പ്രശ്നമില്ലാത്ത ഏത് വീട്ടിലെ ആളില്ല? എല്ലാ വീട്ടിലും മുട്ടിന് കംപ്ലൈന്റ്. കാൽമുട്ടിന് പ്രശ്നമാണ്. പലരും രോഗങ്ങൾ പറയുന്നില്ല. ആഴ്ചയിൽ 2-3 തവണ തലവേദന വരുന്നവർ, ഇത് ചെറിയ കാര്യമാണോ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തലവേദന വരിക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമാണോ? ഞാൻ പറഞ്ഞൊരു വിഷയം എന്താണ്? ഒരാൾക്ക് തന്നെ ഒരുപാട് രോഗം. എത്ര മരുന്നാ കുടിക്കണേ? 8 ഗുളിക. നിങ്ങൾ എത്ര മരുന്നാ കുടിക്കുന്നത്? 16 ഗുളിക, 4 മരുന്ന്, 4 രോഗത്തിന്റെ വേറെ വേറെ മരുന്ന്. ഇതിൻ്റെതാ, ഇത് ഷുഗറിന് കഴിക്കുന്നത്, ഇത് പ്രഷറിന് കഴിക്കുന്നത്, ഇത് പിന്നെ രക്തം പിന്നെ കട്ട പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്ന മരുന്ന്. ഇങ്ങനെ പിന്നെ ടേബിളിൽ കൊണ്ടുവച്ച് പറയും. കൺസൾട്ടിംഗ് റൂമിലെ ടേബിളിൽ കൊണ്ടുവച്ച് രോഗികൾ പറയുന്ന വിഷയമാണിത്. ഗൗരവമുണ്ട് കേട്ടോ, നിസ്സാര കാര്യമല്ല ഇത്. എല്ലാ വീട്ടിലും പ്രയാസകരമായ രോഗങ്ങൾ. അപ്പൊ എല്ലാ വീട്ടിലും ഇനി മെഡിക്കൽ ഷോപ്പ് വേണ്ടി വരുമെന്നർത്ഥം. എല്ലാ വീടുകളിലും മെഡിക്കൽ ഷോപ്പ് വേണ്ടി വരുമെന്നർത്ഥം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും വേണ്ടി വരും. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും വേണ്ടി വരും. മാത്രമല്ല, ഇന്ന് മിക്ക വീടുകളും ഒരു ചെറിയ രൂപത്തിലെങ്കിലും ലാബ് കൂടിയാണ്. മിക്ക വീടുകളിലും ചെറിയ രൂപത്തിലെങ്കിലും ലാബാണ്. എല്ലാ വീട്ടിലും ഇപ്പൊ ഷുഗർ നോക്കുന്ന മെഷീൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. സാധാരണ മുമ്പ് ഷുഗർ നോക്കാൻ വേണ്ടി ലാബിലായിരുന്നു പോയിരുന്നത്. പ്രമേഹത്തിന്റെ ടെസ്റ്റ് ചെയ്യാൻ, ഡയബറ്റിക് ടെസ്റ്റ് ചെയ്യാൻ, ഷുഗർ ലെവൽ അറിയാൻ ലാബുകളെ ആയിരുന്നു സമീപിച്ചിരുന്നത്. ഇന്നിപ്പോ എന്തായി? എല്ലാ വീട്ടിലും ഷുഗർ നോക്കാനുള്ള മെഷീൻ, പ്രഷർ നോക്കുന്ന മെഷീൻ എല്ലാമായി. എന്ന് വെച്ചാൽ ഒരു ലാബ്, മിനി ലാബ്. ഇനി എക്കോ ടെസ്റ്റിന്റെ മെഷീൻ വരും, വീടുകളിൽ വരും. ചിലപ്പോൾ ഗവൺമെന്റ് അതൊരു വീടിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരുമെന്ന് സംശയമുണ്ട്. സർക്കാർ വീടിന് ലൈസൻസിന് മഴവെള്ള സംഭരണിയൊക്കെ വേണ്ടി പോകും. പഞ്ചായത്തിൽ നിന്ന് വീടിന് ലൈസൻസ്, വീടിന്റെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മളെല്ലാം എടുത്ത് പൂർത്തിയാക്കി കൊടുത്താൽ പിന്നെ മഴവെള്ള സംഭരണി കാണിച്ചു കൊടുക്കണം, അല്ലേ? എന്തെല്ലാം കാണിച്ചു കൊടുക്കണം എന്നതുപോലെ ഇനി ലാബ് കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രമേൽ
അത്രമേൽ ഭീകരമാണ് രോഗങ്ങളുടെ വർധനവ്. അപ്പൊ എന്റെ ചോദ്യം എന്താണ്? ഖുർആൻ പറഞ്ഞു രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കൂന്ന്. അപ്പൊ സദസ്യർ ചോദ്യം, നമ്മുടെ നാട്ടിൽ രോഗികളൊന്നും ഭക്ഷണം കഴിക്കാത്തവരാണോ? അപ്പൊ ഖുർആനിനാണോ തെറ്റിയത്? നമ്മുടെ ചോദ്യമാണോ തെറ്റിയത്? ഖുർആനിനാണോ തെറ്റുപറ്റിയത്? ചോദ്യത്തിനാണോ തെറ്റുപറ്റിയത്? നിങ്ങൾ ഭക്ഷണം കഴിക്കണം എങ്കിൽ രോഗം വരില്ല. ഈ അടുത്ത കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് നടന്ന വലിയൊരു പഠനത്തിൽ 2 കാരണങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി. പ്രധാനമായും നമ്മുടെ സമൂഹം പ്രധാനമായും രോഗികളാവുന്നത് 2 കാരണത്താൽ. അതിലൊന്ന് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ, 2 കാരണത്താലാണ് പ്രധാനമായും മനുഷ്യ സമൂഹം രോഗത്തിലാവുന്നത്. ഏറ്റവും പുതിയ പഠനമാണിത്. 2 കാരണത്താലാണ് പ്രധാനമായും ഇന്ന് രോഗം. ഒന്ന് ടോക്സിൻ മീൻ വിഷങ്ങൾ. അന്തരീക്ഷത്തിലും ഭക്ഷണത്തിലും വിഷം കലർന്നതാണ് ഒരു പ്രധാന കാരണം. 2 കാരണത്താലാണ് പ്രധാനമായും ഇന്നു മനുഷ്യ സമൂഹം രോഗികളാവുന്നത്. ഒന്നാമത്തെ കാരണം എന്ത്? നമ്മുടെ വയറ്റിലെത്തുന്ന വിഷങ്ങൾ, മാരകമായ വിഷങ്ങൾ ദിനേന നമ്മുടെ വയറിലെത്തുന്നു എന്നതാണ് ഒരു കാരണം. 2ാമത്തെ കാരണം എന്താണെന്നറിയുമോ? 2ാമത്തെ കാരണം ശരീരത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ വിറ്റാമിന്റെ കുറവാണ്. മനസ്സിലാക്കണം, ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ് ശരീരത്തിന് ആവശ്യമായ. ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടില്ലേ, കാൽഷ്യം ഡെഫിഷ്യൻസി. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നുണ്ടോ? വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? വിറ്റാമിന്റെ കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ശരീരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരീരത്തിന് നിരന്തരം വളരാൻ, നിരന്തരം ശരീരത്തിനിവിടെ നിലനിൽക്കാൻ പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ്.